ഇന്ന് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു അവിയൽ ഉണ്ടാക്കിയാലോ. അവിയലിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ. അതിലേക്ക് ഞാൻ കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പയറെടുത്തിട്ടുണ്ട്, വാഴയ്ക്ക എടുത്തിട്ടുണ്ട്, ചേന എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ മുരിങ്ങക്കോലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കണം. 2 സ്പൂണോളം വെളിച്ചെണ്ണ മതി. നമ്മൾ എടുക്കുന്ന പച്ചക്കറിയുടെ അളവനുസരിച്ച് ഒഴിക്കണം കേട്ടോ. ആ എണ്ണ കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് തക്കാളിയാണ് കേട്ടോ. 2 തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി പച്ചക്കറിയൊക്കെ വെന്ത് വരുന്ന സമയം കൂടെ നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, 2 എരിവുള്ള പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ചേർക്കാതെ ഞാനിവിടെ അരച്ച് വെച്ചേക്കുന്നതാണിത്. അപ്പോൾ ഇതാ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടയാൻ നിൽക്കരുത്. അതിനൊപ്പം നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറി ആവശ്യത്തിന് വെന്ത് വന്നേക്കുന്നതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. ഇനി ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്നൊരു അവിയൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറി ഒന്നും വെന്തുടഞ്ഞു പോയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിലിപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തക്കാളിക്ക് പകരം തൈര് വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും തക്കാളിയാണ് കേട്ടോ ചേർക്കുന്നത്, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് തൈര് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ഈ ഒരു സമയത്ത് ചേർത്താൽ മതി കേട്ടോ, തക്കാളിക്ക് പകരമായിട്ട്. അപ്പോൾ അതാ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.